20-ാം തീയതി മലയാള സിനിമയിലേക്ക് ഒരു വില്ലൻ ഉദിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം കാത്തിരിക്കുന്നത് സിനിമയിലൊരു നായകന്റെ ഉദയത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു വില്ലൻ, ആ വില്ലനെ കാത്തിരിക്കുകയാണ് നമ്മൾ കാലങ്ങൾ. കുറച്ച് ദിവസമായി 100 ദിവസത്തെ ഷൂട്ടിൽ 60 ദിവസവും സ്റ്റണ്ട് രംഗങ്ങൾ മാത്രം ചിത്രീകരിച്ച ഒരു ചിത്രമാണ് മാർക്കോ. നമ്മുടെ എല്ലാ ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാരക്കുട്ടനാഥ് നമ്മൾ വിശേഷിപ്പിച്ച നമ്മുടെ അയ്യപ്പനായ ഉണ്ണി മുകുന്ദൻ, അദ്ദേഹത്തിന്റെ പാൻ ഇന്ത്യൻ ചിത്രം. ഉണ്ണി മുകുന്ദന്റെ കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായിരുന്നു. 100 കോടി ക്ലബിൽ കയറ്റിയ നടനാണ്. മാളികപ്പുറമായിരുന്നു ആ ചിത്രം. അതിനുശേഷം അദ്ദേഹത്തിന് നമ്മൾ വില്ലനായിട്ട് കാണാൻ പോകുന്നത്. വില്ലൻ എന്ന് വെച്ചാൽ ഒരു വില്ലന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്, മാർക്കോ. അപ്പൊ ഈ സിനിമ സെൻസർ ബോർഡ് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം 18+ ആണ് ഇട്ടത്. കാര്യം അത്രയ്ക്ക് വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ജഗദീഷ് എന്ന് പറയുന്ന നടന്റെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ഈ ചിത്രത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ജഗദീഷ് എന്ന് പറയുന്ന നടൻ തന്നെ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യിച്ചെന്ന് അറിഞ്ഞൂടാ. എന്നെ ഇന്ന് വരെ കണ്ട ജഗദീഷ് അല്ല, ഇത്രയും വർഷം കണ്ട ജഗദീഷിനെ അല്ല നിങ്ങൾ ഈ മാർക്കോയിൽ കാണാൻ പോകുന്നത്. അത്തരമൊരു എന്താണ് പറഞ്ഞ വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. ഇതുവരെ കണ്ട ഉണ്ണി മുകുന്ദനെ അല്ല കാണാൻ പറ്റും, നിങ്ങൾക്ക് മാർക്കോയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്തരം ഒരു വയലൻസ് ഉള്ള ചിത്രം മാർക്കോ. മലയാളത്തിലേക്ക് ഒരു വയലൻസ് ചിത്രം, ഇപ്പം പല സിനിമകളിലും നമ്മൾ വയലൻസ് കണ്ടിട്ടുണ്ട്, വയലൻസ് ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഒരു വില്ലന്റെ ഉദയമാണ് മാർക്കോ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മാർക്കോ ഡിസംബർ 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നമ്മൾ കണ്ട ടീസറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി ഭയങ്കരമായ രീതിയിലുള്ള ഒരു വില്ലൻ ആണ് അദ്ദേഹം എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു വില്ലനെ വെച്ചൊരു സിനിമ കൊണ്ടുപോകുന്നതെന്ന് കാണണമെങ്കിൽ നമ്മൾ ഡിസംബർ 20-ാം തീയതി വരെ കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ മാർക്കോയ്ക്കും മാർക്കോയുടെ വില്ലനെയും കാത്താണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണ്. ക്രിസ്മസ് റിലീസിൽ വരുന്ന ആദ്യ ചിത്രവും കൂടിയാണ് മാർക്കോ എന്ന് പറയുന്നത്.